വെൽക്കം ടു സിമ്പിൾ PSC. നമ്മുടെ ചാനലിൽ പുതിയ SCRT സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തോടു കൂടി നമ്മുടെ 5ാം ക്ലാസ്സിലെ സയൻസ് ചാപ്റ്ററുകൾ കഴിയാൻ പോവുകയാണ്. നമ്മുടെ ചാനൽ ഒന്ന് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ 8ാമത്തെ ചാപ്റ്ററാണ്, അവസാനത്തെ ചാപ്റ്ററാണ്. ജന്തുജാലങ്ങൾ എന്ന് പറയുന്നതാണ് ചാപ്റ്ററിൻ്റെ പേര്. കുഴിയാന എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ കുഴിയാന എന്താണെന്നുള്ളത്. ആൻഡ് ലയൺ ലേസ് വിങ് എന്ന ഒരിനം ചിറകുള്ള പ്രാണിയുടെ ലാർവയാണ് കുഴിയാന എന്ന് പറയുന്നത്. അപ്പം പൂഴിമണ്ണിൽ ഫണലിൻ്റെ ആകൃതിയിൽ കുഴിയുണ്ടാക്കി ഉറുമ്പ് പോലെയുള്ള ചെറുപ്രാണികളെ ഭക്ഷിച്ചാണ് ഇവ ജീവിക്കുന്നത്. ഉറുമ്പിനെ പിടിക്കുന്നത് കൊണ്ടാണ് ഇംഗ്ലീഷിൽ ഇതിനെ ആൻഡ് ലയൺ എന്നാണ് കുഴിയാനകൾക്ക് പറയുന്നത്. ഈ ലാർവ മൺതരികളും നേർത്ത നൂലും ഉപയോഗിച്ച് ഒരു കൂടുണ്ടാക്കി പ്യൂപ്പിയായിട്ട് മാറും. പ്യൂപ്പയ്ക്ക് മാറ്റങ്ങൾ സംഭവിച്ചാണ് പ്രാണി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കുഴിയാനയെ മാറ്റം സംഭവിച്ചിട്ട് പ്രാണിയായിട്ട് മാറുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ എന്താണ് പറയുന്നത്, കുഴിയാന എന്ന് പറയുന്നത് ഒരു പ്യൂപ്പിയായിട്ട് മാറും, എന്നിട്ടാണ് മാറ്റങ്ങൾ സംഭവിച്ച് പ്രാണിയായിട്ട് മാറുന്നത്. മണ്ണിനടിയിലാണ് അത് താമസിക്കുന്നത് അല്ലേ. രൂപാന്തരണം. ചില ജീവികളിൽ അവയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് സാദൃശ്യമുണ്ടാകില്ല. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവ വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്ന് മാതൃജീവിയോട് സാദൃശ്യമുള്ളതായിട്ട് മാറുന്നു. ഈ മാറ്റത്തെയാണ് രൂപാന്തരണം എന്ന് പറയുന്നത്. എന്താണ് രൂപാന്തരണം എന്ന് വെച്ചാൽ, ചില ജീവികളിൽ അവയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് സാദൃശ്യം ഉണ്ടാകില്ല. ഈ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവ വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്നിട്ട് മാതൃജീവിയോട് സാദൃശ്യമുള്ളതായിട്ട് മാറാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്, ഈ മാറ്റത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് രൂപാന്തരണം എന്ന് പറയുന്നത്. ഇപ്പം നോക്കിയാൽ മുട്ട എന്ന് പറയുന്നതിൽ നിന്ന് ലാർവ കുഴിയാന ഉണ്ടായി, കുഴിയാനയിൽ നിന്ന് പ്യൂപ്പ് ഉണ്ടായി, പ്യൂപ്പയിൽ നിന്ന് എന്തുണ്ടായി, എന്നൊരു ചിറകുള്ളൊരു പ്രാണി ഉണ്ടായി. അതുപോലെ തന്നെ പറയുന്നത് നോക്കിയേ, മുട്ടയിൽ നിന്നും നിംഫ് ഉണ്ടായി, നിംഫിൽ നിന്നാണ് പൂർണ്ണ വളർച്ചയെത്തിയ പാറ്റുണ്ടാകുന്നത്. പാറ്റക്കുഞ്ഞുങ്ങൾ പാറ്റയെ പോലെ തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. നിംഫ് എന്നാണ് ഇവയെ വിളിക്കുന്നത്. ഈ ചെറിയ ഈ മുട്ട വിരിഞ്ഞുണ്ടാകുന്നതിനെ നിംഫ് എന്നാണ് വിളിക്കുന്നത്. നിംഫ് വിവിധ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്നുപോയി പൂർണ്ണ വളർച്ചയെത്തിയ ജീവിയായിട്ട് മാറുന്നു. ഇതിനിടെ പലതവണ അതിൻ്റെ പുറംചട്ട പൊഴിച്ചു കളയുന്നുണ്ട്. പ്രാണികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പുഴുക്കൾ ഇലകളും മറ്റു സസ്യഭാഗങ്ങളും ആഹാരമാക്കുന്നു. അതിനാൽ ഇവ പലതും കൃഷിയെ ദോഷകരമായിട്ട് ബാധിക്കാറുണ്ട്. ഇത്തരം പുഴുക്കളെയും കീടങ്ങളെയും അകറ്റാൻ കർഷകർ പല മാർഗങ്ങളും സ്വീകരിക്കുന്നുണ്ട്. തുരപ്പൻ പുഴു എന്നൊക്കെ പറയുന്നതിന് എക്സാമ്പിൾ ഉണ്ടാവും. ഇനി സുഗന്ധവ്യഞ്ജനങ്ങൾ ഏതൊക്കെയാണ്? ഏലം, കുരുമുളക്, ഗ്രാമ്പു, കറുവാപ്പട്ടൊക്കെ സുഗന്ധവ്യഞ്ജനങ്ങളാണ്. കീടങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനായിട്ട് ഈ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് അവയെ സുഗന്ധവ്യഞ്ജനങ്ങളാക്കുന്നത്. ഇനി പുഴുക്കളുടെ കാര്യം പറയുന്നുണ്ട്. ഞങ്ങളെ ആഹാരമാക്കുന്ന നിരവധി ജീവികളുണ്ട്. ഞങ്ങളില്ലെങ്കിൽ അവയ്ക്ക് നിലനിൽപ്പില്ല. ചത്ത ജീവികളെയും ഭക്ഷണാവശിഷ്ടങ്ങളും നിന്ന് ഞങ്ങൾ പരിസരം വൃത്തിയാക്കുന്നുണ്ട്. ഞങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രാണികൾ പല പൂക്കളിലും പരാഗണം നടത്തുന്നുണ്ട്. അപ്പോൾ പ്രാണികൾ കൊണ്ട് ദോഷം മാത്രമല്ല എന്ത് ഗുണങ്ങളും ഉണ്ടെന്നാണ് ഇതിൽ കൂടെ മനസ്സിലാവുന്നത് കേട്ടോ. ലോകത്തിലെ പല പ്രദേശങ്ങളിലും ജനങ്ങൾ പുൽച്ചാടി, പുഴു, വണ്ട്, തേള്, ഉറുമ്പ് തുടങ്ങിയ പ്രാണികളെ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മാംസ്യം, ജീവകങ്ങൾ തുടങ്ങിയ പോഷകഘടകങ്ങളുടെ നല്ല സ്രോതസ്സാണ് ചെറുപ്രാണികൾ. കുറഞ്ഞ ചെലവിൽ മാംസം ലഭിക്കുന്നതിനാൽ ഭക്ഷണത്തിനായിട്ട് ഇവയെ വളർത്തുന്ന രീതിയും ചില പ്രദേശങ്ങളിലുണ്ട് അല്ലേ. പ്രാണി കുടുംബത്തിലെ ഒരു വിഭാഗമാണ് ചിത്രശലഭങ്ങൾ എന്ന് പറയുന്നത്. പല തരത്തിലുള്ള ചിത്രശലഭങ്ങളെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് അല്ലേ. നാരകശലഭം, അരളിശലഭം, വെള്ളിലത്തോഴി, എരുക്കുതപ്പി എന്ന് പറയുന്ന കുറേ ശലഭങ്ങളുണ്ട് കേട്ടോ. ചില ശലഭങ്ങൾ ചില പ്രത്യേക സസ്യങ്ങളിലാണ് മുട്ടയിടുന്നത്. ശലഭപ്പുഴുക്കളുടെ ഭക്ഷണം ഈ സസ്യത്തിൻ്റെ ഭാഗങ്ങളായിരിക്കും. ശലഭങ്ങളുടെ നിലനിൽപ്പിന് തേൻ കുടിക്കാനുള്ള സസ്യങ്ങളും ലാർവയ്ക്ക് ഭക്ഷണത്തിനുള്ള സസ്യങ്ങളും വേണം. ഈ രണ്ട് തരം സസ്യങ്ങളുമുള്ള ഉദ്യാനമാണ് ശലഭോദ്യാനം എന്ന് പറയുന്നത്. തേൻ കുടിക്കാനുള്ള സസ്യങ്ങളും ലാർവയ്ക്ക് ഭക്ഷണത്തിനുള്ള സസ്യങ്ങളും ഉണ്ടാ. ഇനി എന്താണ് നിശാശലഭങ്ങൾ? രാത്രികാലങ്ങളിൽ കാണുന്നതാണ് നിശാശലഭങ്ങൾ. ചിത്രശലഭങ്ങളെ പോലെ ഇവയ്ക്ക് മിക്കതിനും മരണഭംഗി ഉണ്ടാകാറില്ല. ചില നിശാശലഭങ്ങൾക്ക് തൂവൽ പോലുള്ള സ്പർശനങ്ങളാണുള്ളത്. ഒരു തരം നിശാശലഭത്തിന് ലാർവ ഉണ്ടാക്കുന്ന കൊക്കൂണിൽ നിന്നാണ് പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്താണ് വെങ്കണനീലി എന്ന് പറയുന്നത്? പകൽ നേരങ്ങളിൽ കാണുന്ന നീലനിറമുള്ള ശലഭമാണ് വെങ്കണനീലി. പലപ്പോഴും ഇവയെ ചിത്രശലഭങ്ങളായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ടെന്നാൽ പകൽ കാണുന്നതും നീലനിറവും ഒഴിച്ചാൽ ഇവയുടെ മറ്റ് സവിശേഷതകൾ നിശാശലഭങ്ങളുടേതാണ്. അതുകൊണ്ട് ഇവയെ നിശാശലഭ കുടുംബത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വെങ്കണമരത്തിൻ്റെ ഇലകളിൽ മുട്ടയിടുന്നത് കൊണ്ടാണ് വെങ്കണനീലി എന്ന് പറഞ്ഞ പേര് വന്നത് കേട്ടോ. ഉറുമ്പുകൾ പലതരമുണ്ട്. ചോണൻ ഉറുമ്പ്, പിന്നെ എന്തൊക്കെ ഉറുമ്പുകളാണ്? ഉറുമ്പുകളുടെ പേര് അറിയോ? ഉറുമ്പുകളെ നിരീക്ഷിക്കുക എന്ന് പറയുന്നുണ്ട്. ഉറുമ്പുകൾ സഞ്ചരിച്ച് ആഹാര സമ്പാദന രീതി, ആഹാരം, ആസ്ഥലം, നിറം, വലിപ്പം, ഇതൊക്കെ പിള്ളേർക്ക് പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസ് ആണോ. ഇനി എന്താണ് മത്സ്യങ്ങൾ എന്ന് പറയുന്നത്? ജലജീവിതത്തിനായിട്ട് മത്സ്യങ്ങൾക്കുള്ള അനുകൂലങ്ങൾ നിങ്ങൾ പഠിച്ചതാണല്ലോ. മുട്ട വിരിഞ്ഞാണ് മത്സ്യക്കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ നാട്ടിൽ ഏതൊക്കെ മത്സ്യങ്ങളാണ് മുട്ടയിടുന്നത്, ഏത് മാസങ്ങളിലാണെന്നൊക്കെ നമുക്ക് നോക്കാം അല്ലേ.
ഇനി ജൂൺ മാസത്തിൽ കാലവർഷം എത്തുന്നതോടെ പ്രജനനം നടത്തുന്നതിനായിട്ട് മത്സ്യങ്ങൾ കൂട്ടമായി കൈത്തോടുകൾ, ബയലുകൾ, ചെറുതടാകങ്ങൾ, കായലുകൾ തുടങ്ങിയ ജലാശയങ്ങളിലേക്ക് നടത്തുന്ന യാത്രയെയാണ് ഊത്തക്കയറ്റം എന്നറിയപ്പെടുന്നത്. മുട്ടയിടുന്നതിനായി മത്സ്യങ്ങൾ ദേശാടനം നടത്തുന്ന ഈ സമയത്ത് അവയെ പിടിക്കുന്നത് മത്സ്യസമ്പത്ത് കുറയാൻ ഇടയാക്കും. ഈ സമയത്തെ മീൻപിടുത്തം നിയമവിരുദ്ധമാണ്. അപ്പോൾ പ്രജനന കാലം എന്ന് പറയുന്നത് ആ സമയത്തൊന്നും നമ്മൾ മീൻ പിടിക്കാൻ പാടില്ല അല്ലേ, കടലിലൊന്നും ഇറങ്ങാൻ പാടില്ല. നമുക്ക് ആ സമയത്ത് മീൻ കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമായിരിക്കും. എന്ത് കാരണമാണ് അത് മീൻ പിടിക്കരുതെന്ന് പറയാൻ കാരണം? ജൂൺ മാസത്തിൽ കാലവർഷം എത്തുമ്പോൾ പ്രജനനം നടത്തുന്നതിനായിട്ട് മത്സ്യങ്ങൾ കൂട്ടമായിട്ട് കൈത്തോട്, വയൽ, ചെറുതടാകങ്ങൾ, കായലുകൾ എന്നിവയിലൊക്കെ കടക്കും. അതിനെയാണ് ഊത്തുകയറ്റം എന്ന് പറയുന്നത്. മുട്ടയിടുന്നതിനായിട്ട് മത്സ്യങ്ങൾ ദേശാടനം നടത്തുന്ന ഈ സമയത്ത് അവയെ മീൻ പിടിക്കുന്നത് മത്സ്യസമ്പത്ത് കുറയാനായിട്ട് ഇടയാക്കും എന്ന് പറയുന്നുണ്ട്. ഇനി ഉഭയജീവനം വെച്ചാൽ എന്താണ്? ഉഭയജീവനം വെച്ചാൽ എന്താണ്? കരയിലും കടലിലും താമസിക്കുന്ന ആൾക്കാരെയാണ് ഉഭയജീവികൾ എന്ന് പറയുന്നത്.